ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്റെ ഒപ്പം എന്റെ മകൻ വേണം. ആ ചിന്ത നിനക്ക് ഉണ്ടായിരുന്നെങ്കിലേ നീ എന്നെ അങ്ങനെ പറയത്തില്ലായിരുന്നല്ലോ. അത് പിന്നെ അവളുടെ അടിമയായിട്ട് അവൻ പോയിട്ടില്ലേ? എന്നിട്ടും കേട്ടോ, നീ പറഞ്ഞ അനുസരിച്ച് അവൻ ആ ജോലി നിർത്തിയോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ലല്ലോ. അനു, അനു, ഡ്രൈവർ എവിടെ? മാഡം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാ അപ്പൊ ഡ്രൈവർ മുന്നിൽ ഉണ്ടാവണമെന്ന്. അത് മാഡം പെട്രോൾ അടിക്കാനെങ്ങാനും. കന്നാസിലാണോ പെട്രോൾ വാങ്ങിക്കാൻ പോയേ? വിളിച്ചു വരുത്തേ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. മാഡം, മാഡം, അല്ല ഇതെന്താ? കളക്ടറുടെ ഡ്രൈവറായിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നതെങ്കിൽ കളക്ടറുടെ ഡ്രൈവറായിട്ട് തന്നെ ജോലി ചെയ്യണം. അതിനാദ്യം വേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്, ജോലിയോടുള്ള ആത്മാർത്ഥതയാ, വാങ്ങിക്കുന്ന ശമ്പളത്തോടുള്ള കൂറ്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ പണി പറ്റില്ല. ഞാൻ പറഞ്ഞു. എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുവേട്ടൻ ഇവിടെ ജോലിക്ക് വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയാ, എന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി. വണ്ടി എടുക്ക. അതെ, വേഗം വണ്ടി എടുത്തോണ്ട് പിന്നാലെ ചെല്ല്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാഡത്തെ സമാധാനിപ്പിക്കാൻ നോക്ക്. അല്ലെ, എനിക്ക് മനസ്സിലായില്ലേ എന്താ? ചെല്ല്. മരുന്നൊക്കെ കഴിക്കാൻ വലിയ മടിയാ ബാപ്പച്ചിക്ക്. മരുന്ന് കഴിക്കാതെ എങ്ങനെയാ രോഗം മാറുന്നേ? എല്ലാം ശരിയായി വന്നിരുന്നതാ, ഈ ഒരാഴ്ച കൊണ്ടാ ഇത്രയും മോശമായത്. ഇപ്പോ ബാപ്പച്ചിക്ക് ഒട്ടും വയ്യ. ശരീരത്തിന് ക്ഷീണം വന്നു കഴിഞ്ഞാ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല മോളെ. അതിനിപ്പോ സുബേറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ വളഞ്ഞു കുത്തി നടക്കുന്ന എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, പിന്നല്ലോ രോഗാവസ്ഥ കിടക്കുന്ന സുബേറിന്റെ കാര്യം. ചില സമയത്ത് എന്റെ മുഖത്തേക്ക് നോക്കി കരയും, അത് കാണുമ്പോ ചങ്ക് തകർന്നു പോവും. മോളെ, സുബേറിനെ നിന്റെ കാര്യത്തിൽ പേടിയുണ്ട്. നിന്റെ ജീവിതം എങ്ങും എത്തിക്കാൻ പറ്റില്ലെന്ന് ഓർത്തുള്ള സങ്കടമുണ്ട്. പിന്നെ ഇങ്ങനെ എഴുന്നേക്കാനാവാതെ കിടക്കൂടി ചെയ്യുമ്പോഴേ ആ സങ്കടം കൂടുകയുള്ളൂ. പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയോളം വലിയൊരു മരുന്നേ ഈ ലോകത്തില്ല മോളെ. അത് രോഗത്തെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും നമുക്ക് നേടിത്തരും. മോക്കിപ്പോ അത് അത്യാവശ്യമാ. ആദ്യത്തെ വീഴ്ചയിൽ നിന്നും കരകയറി വന്നപ്പോ ബാപ്പച്ചി ഉള്ളുകൊണ്ടെന്ന് സന്തോഷിച്ചതാ. പക്ഷെ ഇപ്പോ ഇതോടെ ബാപ്പച്ചിയുടെ മനസ്സും ചത്തു. ഒന്നിനും ഒരു താല്പര്യമില്ലാതെയായി. സത്യാമ്മ വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങും. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് രണ്ടടി നടന്നാലെന്താ? എപ്പോ നോക്കിയാലും ഒരു കുത്തിരിപ്പ് തന്നെ നോക്കേ. ബ്രേക്കുന്ന വലിയ ബുദ്ധിമുട്ടിയാ. പിന്നെ ഈ നടക്കാനും ഓടാനും ഒക്കെ പോന്നെ. ഈ കൈയിനും കാലിനും ആവതില്ലാത്തവന്റെ അവസ്ഥയെ അത് നമുക്കെല്ലാം അറിയാവൂ. സത്യാമ്മ വഴക്കുറയെന്ന് പേടിച്ചതേ അച്ഛൻ നടക്കാനോ ഓടാനോ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത്രയും നേരം ഇതൊക്കെ ചെയ്തോണ്ടിരുന്നതാ, എന്നെ കണ്ടപ്പോഴാ വന്നിരുന്നത്. മോളെ, ബാപ്പച്ചിക്ക് എങ്ങനെയുണ്ട്? അവസ്ഥയൊക്കെ വലിയ കഷ്ടാ സത്യാമ്മേ. എന്നെ ഓർത്തുള്ള ആദ്യം പേടിയോ മനസ്സില്. പിന്നെ എങ്ങനെയാ കൊടുക്കുന്ന മരുന്ന് വലിക്കുന്നത്? എനിക്ക് വെയിൽ കൊണ്ടിട്ടാൻ തോന്നുന്നു, നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ മോളെ.
പൊന്നി ബാക്കി വന്നതൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നീ പൊയ്ക്കോ. നാളെ വന്നാ മതി. ഉം. പൊന്നി ഉം. എന്താ പറ്റി? വേറെന്തോ ഉണ്ടല്ലേ? മുഖം കടുപ്പിച്ചാണല്ലോ പോകുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വിഷ്ണുകുഞ്ഞ് വാടകയ്ക്ക് വീട് നോക്കാൻ വന്നിരിക്കുന്നു. കഷ്ടകാലത്തിന് സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് പെടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ, വൈകിയ മാമി അന്വേഷിക്കും. എന്നാലും വിഷ്ണു അവൻ അമ്മേ, ഇത് നീയായിട്ടുണ്ടാക്കിയതാ. അവർക്കൊന്നിച്ചൊരു ജീവിതം വേണമെന്ന് അവരിപ്പോ ആഗ്രഹിച്ചു. അതിന് നീയായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി. ഞാൻ എന്റെ വിഷമം കൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. അതിന് ഉടനെ അവനങ്ങ് വീട് നോക്കുകയാണോ വേണ്ടത്? ഉടനെയോ? എന്തുടനെയാ? എത്ര വർഷമായി ഭാമേ അവരിനി തെക്ക് മടക്കോട്ട് കഴിയ? അവരിനിയെങ്കിലും ഒന്നിച്ചൊന്ന് ജീവിക്കട്ടെ. നീയായിട്ട് അതിനെ വഴിവെച്ചു കൊടുത്തു എന്നങ്ങ് വിചാരിച്ച് സമാധാനിക്കാൻ പാടില്ലേ? എനിക്ക് എന്റെ ഒപ്പം എന്റെ മകൻ വേണം. ആ ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിലേ നീ അന്ന് അങ്ങനെ പറയത്തില്ലായിരുന്നല്ലോ. അത് പിന്നെ അവളുടെ അടിമയായിട്ട് അവൻ പോയിട്ടില്ലേ? എന്നിട്ടവൻ കേട്ടോ? നീ പറഞ്ഞ അനുസരിച്ച് അവൻ ആ ജോലി നിർത്തിയോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ലല്ലോ. അപ്പോ അവൻ ആ ജോലി ഇഷ്ടപ്പെടുന്നു. അതുപോലെ അവരൊന്നിച്ച് ജീവിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സമ്മതിച്ചു കൊടുക്കുകയല്ലേ ഭാമയെ നല്ലത്? മക്കളെ തന്നോളം ആയ താനെന്ന് വിളിക്കണമെന്ന് പറയുന്ന പോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. നമുക്കതൊരല്പം ദൂരത്ത് നോക്കിക്കണ്ടാ പോരെ? എനിക്ക് കാണുന്നുണ്ട് രാഘവേട്ട നിങ്ങളെ. നട്ടലില്ലാത്തൊരു മോനും നട്ടലില്ലാത്തൊരു തന്തയും.